പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവെ അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം, ജ്ഞാനം, ബുദ്ധി, വിവേകം, അറിവ്, ദൈവഭക്തി, എല്ലാ വരദാന ഫലങ്ങളും നിറച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഈ പന്തക്കുസ്താ ദിനത്തില് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ നിറഞ്ഞ്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറഞ്ഞ്, ഞങ്ങളുടെ മക്കളിൽ നിറഞ്ഞ്, ഞങ്ങളുടെ മക്കളിലുള്ള ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ പൈശാചിക ശക്തികളെയും ബഹിഷ്കരിക്കണമേ. അന്ധകാര ശക്തികളെ ബഹിഷ്കരിക്കണമേ. ദുരാത്മ ദുർഭൂതങ്ങളെ പുറത്താക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും അങ്ങയുടെ വലിയ സാന്നിധ്യം പ്രകാശത്തിന്റെ നിറവായി മാറട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പന്തക്കുസ്താ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തില് ഇന്ന് രാവിലെ 10 മണിക്ക് വിശുദ്ധ കുർബാനയും ശേഷം അതിനോടനുബന്ധിച്ച് ആരാധനയും പ്രത്യേക തൈലാഭിഷേക പ്രാർത്ഥനയും ഒക്കെ നമ്മൾ നടത്തുന്നു. സാധിക്കുന്ന മക്കളൊക്കെ അതിൽ വന്ന് പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഈ കഴിഞ്ഞ 9 ദിവസങ്ങള് നമ്മൾ ഈ ഒരുക്ക ധ്യാനത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസത്തിനു വേണ്ടി ഓരോ മേഖലകളെ സമർപ്പിച്ച് നമ്മൾ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം പന്തക്കുസ്താ തിരുനാള് ഈശോയുടെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ തൻ്റെ മക്കൾ സ്വീകരിക്കണമെന്ന് ഈശോ അതുപോലെ ആഗ്രഹിച്ചു. ഈശോ അവരോട് പറഞ്ഞിരുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ ജെറുസലേം വിട്ട് പോകരുത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ നിങ്ങളെങ്ങും പോകരുത്. ജെറുസലേം നമുക്കറിയാം, ദേവാലയമുള്ള സ്ഥലം, ബലിയർപ്പണമുള്ള സ്ഥലം, പുരോഹിതരുള്ള സ്ഥലം. അതാണ് യഹൂദനെ സംബന്ധിച്ച് ജെറുസലേം. ആ ജെറുസലേമില്, ദേവാലയത്തില്, കൂദാശകളില്, പൗരോഹിത്യ കൂട്ടായ്മയില് ഇരുന്ന് പ്രാർത്ഥിച്ച് ഈ പരിശുദ്ധാത്മാവിന് അത്യുന്നത ശക്തി ഉന്നതത്തിൽ നിന്ന് സ്വീകരിക്കാതെ ഈ ജെറുസലേമിൽ നിന്ന് പുറത്തു പോകരുത്. ശിലിഹന്മാരോടത് പറഞ്ഞു. അവരത് അർത്ഥം മനസ്സിലാക്കി. അവർക്കറിയാം, അവരുടെ കഴിവുകൊണ്ട്. പത്രോസ് ശ്ലീഹ പറഞ്ഞു, ആരെല്ലാം അന്നിനെ ഉപേക്ഷിച്ചാൽ ഞങ്ങൾ ഉപേക്ഷിക്കത്തില്ല. പത്രോസ് ശ്ലീഹ മാത്രമല്ല, അങ്ങനെ തന്നെ മറ്റെല്ലാ ശിഷ്യന്മാരും പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു. ഈശോ ഉയർത്തെഴുന്നേറ്റു, ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് പത്രോസ് ശ്ലീഹ പലവട്ടം പറഞ്ഞു. പക്ഷേ അവർക്ക് അവസാനം മനസ്സിലായി. എന്താ മനസ്സിലായേ? ഈ അത്യുന്നത ശക്തി ധരിക്കണം. അതാണ് അപ്പോസ്തല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ ശക്തി കിട്ടണം. എൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം ഈ വാഗ്ദാനം നമുക്കുണ്ട്. ഈ വാഗ്ദാനം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ, ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശക്തി പ്രാപിക്കാൻ, അങ്ങനെ ജീവിക്കാനുള്ള വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത് നമ്മൾ സ്വന്തമാക്കിയെടുക്കണം. അതിനുവേണ്ടി ശിലിഹന്മാർ ചെയ്ത കാര്യം നമ്മൾ കണ്ട് പ്രാർത്ഥിച്ചു, മനസ്സിലാക്കി. സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസം കർത്താവിന്റെ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ട് അതിലൊരു കുറവും വരുത്താതെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സുഖനൂട്ടുശാലയില് അമ്മയോട് ചേർന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച 120ഓളം വരുന്ന ആ ശിഷ്യ സമൂഹത്തിന്റെ മേൽ, ശിലിഹന്മാരുടെ മേൽ പരിശുദ്ധാത്മ വന്ന് ആവസിച്ചതിന്റെ വലിയ ദിനമാണ് മക്കളെ പന്തക്കുസ്താ തിരുനാൾ ദിനം. നമ്മളും ഈ ദിവസങ്ങളില് അതിശക്തമായ ഒരുക്കത്തിലായിരുന്നല്ലോ. പ്രിയപ്പെട്ട മക്കളെ, ഈ ആത്മാവിനാൽ നിറഞ്ഞ് അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പിന്നീട് അങ്ങോട്ട്
വലിയ ശക്തി പ്രാപിച്ച് ശ്ലീഹന്മാർ ചെയ്ത പ്രവർത്തികൾ നമുക്കറിയാം. നമ്മുടെ ബലഹീനതയിൽ പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ ബലഹീനതയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയില്ല. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ദൈവസ്നേഹം നമ്മിൽ ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. കുടവസിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ സൗഹൃദം, സമാധാനം, ക്ഷമ എല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നമ്മിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ പ്രകടമാകും. അങ്ങനെ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ വ്യക്തിബന്ധങ്ങള്, നമ്മുടെ സാമ്പത്തിക മേഖല, നമ്മുടെ മക്കളുടെ പഠനം, ജീവിത മേഖലകളൊക്കെ വലിയ ശക്തി പ്രാപിക്കും. നമ്മൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് ഈ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാത്തിനും ഒറ്റ ഉത്തരവുള്ളൂ: കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, മക്കൾ പഠിച്ച് ജയിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, തിന്മയെ പരാജയപ്പെടുത്താൻ, അന്ധകാരത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ഒറ്റ ഉത്തരവുള്ളൂ. അതമാലാക പരിശുദ്ധ അമ്മയോട് പറഞ്ഞ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. അതിനമ്മ എന്താ പറഞ്ഞ? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. എൻ്റെ മക്കൾ, ഇന്ന് ഏറ്റവും എളിമയോടെ നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനും അത്യുന്നത ശക്തിയുടെ ആവാസത്തിനുമായിട്ട് നമ്മൾ സമർപ്പിക്കണം. നമ്മെ മാത്രമല്ല, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ പെന്തക്കോസ്ത് ദിനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പറയും, ഈ പെന്തക്കോസ്ത് അനുഭവം എന്നും നമ്മൾ അനുഭവിക്കേണ്ട ഒരു വലിയ അഭിഷേകമാണ്. അത് തീനാവുകൾ രൂപത്തില് ശ്ലീഹന്മാരുടെ മേൽ എഴുന്നള്ളി വന്ന പോലെ കത്തി, നമുക്കറിയാം, ആ ശിരസ്സിന്റെ മുകളിൽ കത്തി നിൽക്കുന്ന ഫയർ തീ. അച്ഛൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാകാം. തീ കത്തി നിൽക്കണമെങ്കിൽ ഇന്ധനം വേണം. എല്ലാ ദിവസവും ഇന്ധനം ഒഴിച്ചു കൊടുക്കണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ചാരമൊക്കെ തട്ടിക്കളഞ്ഞ് ആ കനലൊക്കെ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കണം, കത്തി നിൽക്കണം. ഒത്തിരിയേറെ സൂക്ഷിക്കണം. അത് എന്നും ചെയ്യേണ്ട പ്രവൃത്തിയാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഈ അഭിഷേകത്തിന്റെ ആ അഗ്നി എന്നും നമ്മിൽ കത്തിച്ച് നിർത്തുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. പെന്തക്കോസ്ത് ദിനം അതിനൊക്കെ പ്രചോദിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയില്, തൈലാഭിഷേക പ്രാർത്ഥനയില് ശിരസ്സിൽ കരങ്ങൾ വെച്ച് തൈലം കൊണ്ട് വിശുദ്ധ കുരിശിനെ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞ ആ വലിയ ഒരു സത്യമുണ്ട്: എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും നീ ജ്വലിപ്പിക്കണം. മക്കളെ, ഇന്ന് അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ തൈലാഭിഷേക പ്രാർത്ഥനയില്, പെന്തക്കോസ്ത് ദിനത്തില് ഈ കരം വെച്ച് പ്രാർത്ഥിക്കുന്ന, എൻ്റെ കൈവയ്പിലൂടെ ലഭിക്കപ്പെടുന്ന അഭിഷേകം, അത് നമുക്ക് സ്വന്തമാക്കാൻ ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്ന് ഈ പെന്തക്കോസ്ത് ദിനത്തിലായിരിക്കാം. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. വരാൻ പറ്റാവുന്ന മക്കൾ വരിക, വരാൻ പറ്റാത്തവര് വിശുദ്ധ കുർബാന അർപ്പിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, അച്ഛൻ പ്രാർത്ഥിക്കല്, പരിശുദ്ധാത്മാവ് അങ്ങ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദാഹത്തോടുകൂടി ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഹാരമാണ് പരിശുദ്ധാത്മാവിനെ. അതേശു പറഞ്ഞ്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ മക്കൾക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പരിശുദ്ധാത്മാവിനെ നൽകാൻ ഈശോ അതുപോലെ ആഗ്രഹിക്കുന്നു. മക്കളെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ ഈശോ അതിയായി ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു, സ്വർഗം ആഗ്രഹിക്കുന്നു. കാരണം മറ്റൊന്നല്ല, നമ്മെ ശക്തിപ്പെടുത്താൻ, നമ്മെ സഹായിക്കാൻ, നമ്മെ പഠിപ്പിക്കാൻ, നമ്മെ അനുസ്മരിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് മക്കളെ, നമ്മൾ എന്ത് ചെയ്യണം? ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അരികിൽ വന്ന് കുടിക്കട്ടെ. ഈശോ തരാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, ഈശോ പറയാ, എൻ്റെ അരികിലേക്ക് വാ. ദാഹിക്കുന്നവർക്ക് 55:1, ദാഹാർത്തരെ എൻ്റെ അരികിലേക്ക് വാ. കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് ഈ ദാഹം ശമിപ്പിക്കുന്ന, വിശപ്പ് ശമിപ്പിക്കുന്ന യഥാർത്ഥ ഭക്ഷണമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് യഥാർത്ഥ പാനീയമായ
പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് യഥാർത്ഥ അഗ്നിയായ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജ്വലിച്ച് പുതിയ അഭിഷേകം പ്രാപിക്കുവാൻ നമുക്കിടയാകട്ടെ. ഇന്ന് പ്രത്യേകിച്ചും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാ കുടുംബജീവിതം ജീവിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ യുവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇടവക ദേവാലയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആഗോള കത്തോലിക്ക സഭയെ പ്രത്യേകം സമർപ്പിച്ച് ഒരു പുതിയ പന്തക്കുസ്ത അനുഭവം ലഭിക്കാനും നിറയപ്പെടാനും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ നാളെ മുതൽ ഒരു 9 ദിവസം വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി പന്തക്കുസ്ത അനുഭവത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അവർ കത്തിച്ചൊലിക്കണം, അവർ കൈവഴികളായിട്ട് മാറണം. കർത്താവിന്റെ കരുണയുടെയും കൃപയുടെയും പരിശുദ്ധാത്മാഭിഷേകം, നമുക്കറിയാം സ്ലീഹന്മാരുടെ കൈവയ്പിലൂടെ പരിശുദ്ധാത്മാവിനെ അനേകരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അതാ പൗലോസ് പറഞ്ഞ, എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ചു ദൈവിക വരം. അങ്ങനെ അനേക വൈദികർ ഉണർന്ന്, അനേക സന്യസ്തർ ഉണർന്ന് കർത്താവിനെ കൊടുക്കുന്ന, പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുന്ന, ദൈവിക കൃപയും ജീവനും പകർന്നു കൊടുക്കുന്ന വലിയൊരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ സംഭവിക്കണം. അതിനുവേണ്ടി നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. അതിനുള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റാനും സാത്താന്റെ കെട്ടുകളെ പൊട്ടിക്കാനും നമുക്ക് ഒരുമിച്ച് ഈ വരുന്ന 9 ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. ഈശോ നമ്മെയും നമ്മുടെ സഭയെയും നമ്മുടെ തലമുറയെയും നമ്മുടെ സമർപ്പണ വൈദിക ജീവിതത്തെയും അതിശക്തമായി ഈ പന്തക്കുസ്ത അനുഭവത്തിൽ അഭിഷേകം ചെയ്യട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. അനുഗ്രഹിക്കട്ടെ. മക്കളെല്ലാവർക്കും പന്തക്കുസ്ത തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. ദിവ്യാനുസരണത്തിൽ നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥനയുടെ ഒരു ദിവസമാക്കി മാറ്റി ദാഹാർത്തിയോടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വലിയ ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് സ്ലീഹന്മാര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഈ പന്തക്കുസ്താ ദിനത്തിൽ അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഈ കഴിഞ്ഞ 9 ദിവസങ്ങൾ ഒരുക്കി പരിശുദ്ധാത്മാവിന് വേണ്ടി ഞങ്ങളെ തന്നെ സജ്ജരാക്കി ഇന്ന ദിനം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കാൻ വേണ്ടി അങ്ങേ തിരുസന്നിധിയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവരുടെ കുടുംബങ്ങളെയും, ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും, ഞങ്ങളെല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി പോയ എല്ലാ യുവമക്കളെയും ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പന്തക്കുസ്തായുടെ വലിയ ഒരുക്കമായിട്ട് അങ്ങയുടെ മക്കൾ ധ്യാനം കൂടി വചനം കേട്ട് കുമ്പസാരിച്ച് അങ്ങേക്ക് വേണ്ടി അതിയായി ദാഹിച്ച് കർത്താവേ, ആ മക്കളിലേക്ക് വാഗ്ദാനം പോലെ പരിശുദ്ധാത്മാവിനെ അങ്ങ് അയക്കണമേ. കർത്താവേ, ഞങ്ങളെല്ലാ അവസ്ഥകളെയും സമർപ്പിക്കുന്നു, ഞങ്ങളെല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാറ്റിൻ്റെയും പരിഹാരമാണല്ലോ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ, ഞങ്ങളുടെ മക്കളിലേക്ക് അയക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ. അങ്ങയുടെ വാഗ്ദാനം ഞങ്ങളിൽ പൂർത്തിയാക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോൽ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോൽ ആത്മാവിനെ വർഷിക്കണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എല്ലാ മക്കളിലേക്കും അയക്കണമേ. കർത്താവിന്റെ മുമ്പിലായിരിക്കുന്ന ഈ മക്കളിലേക്ക്, ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ജീവിത മേഖലകളിലേക്കും എല്ലാത്തിനും ഉത്തരവും പരിഹാരവുമായ, എല്ലാത്തിനും സഹായിക്കുന്ന, എല്ലാം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താല് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ ഈശോ തന്റെ വാഗ്ദാനം പൂർത്തീകരിച്ച പുണ്യദിനമാണ്.
ഈ പന്തക്കുസ്ത. വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നൽകും എന്ന് അയക്കുമെന്ന് പറഞ്ഞത് ഈശോ പൂർത്തീകരിച്ചു. കർത്താവിന് വേണ്ടി ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെ സമർപ്പിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയെയും തൈലാഭിഷേക പ്രാർത്ഥനയെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വലിയ അഭിഷേകം, അങ്ങയുടെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം എല്ലാ മക്കളിലും സംഭവിക്കട്ടെ. കർത്താവെ, ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ, സമർപ്പിച്ച് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഈശോയെ, ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ, എന്തിനൊക്കെ വേണ്ടി ദാഹിക്കുന്നുവോ, ആരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ, അവരിലേക്കൊക്കെ അങ്ങയുടെ വാഗ്ദാനം പരിശുദ്ധാത്മാവിനെ നൽകണമേ. വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടക്കാനാകരുതേ. പരിശുദ്ധാത്മാവേ, വലിയ അഭിഷേകം, എസെക്കിയേൽ 47 അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിൽ നിറയട്ടെ. ഉന്നതമായ അഭിഷേകം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന, മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തിട്ടല്ലാതെ കടക്കാൻ വയ്യാത്ത അഭിഷേകം ഞങ്ങളിൽ സംഭവിക്കട്ടെ, ഞങ്ങളുടെ മക്കളിൽ സംഭവിക്കട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ദാഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ. വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരിക. അങ്ങേ വെളിവിന്റെ കതിരുകളെ ആകാശത്തിൽ നിന്ന് അയക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക. എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമായ വിരുന്നേ, മധുരമായ തണുപ്പേ, അലച്ചിൽ സുഖമേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചിലിൽ സ്വൈരമേ, എഴുന്നള്ളി വരിക. എത്രയും ആനന്ദത്തോടു കൂടിയായിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല. വൃത്തിഹീനമായത് കഴുകുക, വാടിപ്പോയത് നനയ്ക്കുക, മുറിവേറ്റിരിക്കുന്നത് വച്ചുകെട്ടുക, രോഗികളെ സുഖപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, നേർവഴിയല്ലാതെ പോയത് തിരിക്കുക. അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ 7 വിശുദ്ധ ദാനങ്ങൾ നൽകുക. പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ വലിയ ആവാസത്താല് ഈശോ അങ്ങ് ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിറയ്ക്കണമേ. ഈ കാർമൽ ധ്യാനത്തിന്, കാർമൽ ധ്യാന കേന്ദ്രത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും മക്കളെ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേക ശുശ്രൂഷകൾ ഇവിടെ ഒരുക്കപ്പെടണം. ശക്തീകരണത്തിന്റെയും വിടുതലിന്റെയും ശക്തമായ അഭിഷേകം ധ്യാനങ്ങളിൽ സംഭവിക്കണം. അനേക മക്കള് ശക്തീകരിക്കപ്പെട്ട് വിടുതൽ പ്രാപിച്ച് അതിലൂടെ സൗഖ്യവും സമാധാനവും വിശുദ്ധിയും എല്ലാം പ്രാപിച്ച് ആത്മരക്ഷ സാധ്യതമാക്കുന്ന ഒരു സ്വർഗീയ ഇടമാക്കി കാർമൽ ധ്യാന കേന്ദ്രം മാറട്ടെ. ഈശോന്റെ പൗരോഹിത്യത്തെ അഭിഷേകം ചെയ്യണമേ. എനിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച മക്കളെ, ബോസ്കോച്ചന്റെ പൗരോഹിത്യത്തെ പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകത്താൽ നിറച്ച് മഹത്വം അണിയിക്കണമേ, ശക്തിപ്പെടുത്തണമേ. അനേക മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കൃപയുടെ ഉപകരണമായി മാറാൻ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന കൈവയ്പ് ശുശ്രൂഷകൾ, എൻ്റെ കൈവയ്പിലൂടെ ലഭിച്ച ദൈവിക വരം എല്ലാ മക്കൾക്കും ചൊരിയപ്പെടത്തക്ക വിധം അഭിഷേകത്താല് അച്ഛനെ നിറയ്ക്കണമെന്ന് ഒരു നിമിഷം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്.
ഈശോയെ, എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് ഈശോയെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ മക്കളുടെ പ്രാർത്ഥനയും ഇവരുടെ സ്നേഹവും ഇവരുടെ സഹായവും ഒക്കെയാണല്ലോ കർത്താവെ എൻ്റെ പൗരോഹിത്യത്തെയും ഈ മീഡിയ മിനിസ്ട്രിയെയും ശുശ്രൂഷകളെ എല്ലാം, ധ്യാനം, ദൈവികാരുണ്യ യാത്രകൾ, ഇതെല്ലാം കർത്താവെ മുന്നോട്ട് നയിക്കുന്നത്. സഹായിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനയിലൂടെ, ഇത്തിരി പ്രോത്സാഹനത്തിലൂടെ, സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ ഒരുമിച്ച് കാർമൽ ധ്യാന കേന്ദ്രത്തെ അഭിഷേകത്തിന്റെ ആലയമാക്കി ഉയർത്തി നിർത്തുവാൻ ഇടയാക്കുന്നതിനെ ഓർത്ത് നന്ദി കർത്താവെ. ഈ 2026 പന്തക്കുസ്തായുടെ വലിയൊരു അഭിഷേകം ഈ ആലയത്തിലും ശുശ്രൂഷകളിലും ഇവിടെ വരുന്ന മക്കളിലും എല്ലാം നിറയപ്പെടുവാൻ ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദത്തിനു വേണ്ടി പന്തക്കുസ്താ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസം ഈ ആശീർവാദത്തിലൂടെ ഈ പന്തക്കുസ്താ ദിനത്തില് നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും മക്കളിലും എല്ലാം നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങളും ഉയർത്തി നന്ദിയോടെ സ്തുതിച്ച് ആരാധിച്ച് ഈ ആശീർവാദ അഭിഷേകം സ്വീകരിച്ച മക്കളെ സ്വയം നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവി പന്തക്കുസ്താ ദിനത്തിന്റെ എല്ലാ അഭിഷേകങ്ങളും എല്ലാ വരദാന ഫലങ്ങളും അങ്ങയുടെ വാഗ്ദാനം പോലെ അങ്ങയുടെ മക്കളിൽ അങ്ങ് തന്നെ പൂർത്തിയാക്കണമേ, പൂർത്തീകരിക്കണമേ. ആമേൻ.